എസ് എന്ന ആ രണ്ടക്ഷരം ശരിയുടെയും സമരത്തിൻ്റെയും പ്രതിരൂപമായിരുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ പ്രതിരൂപമായിരുന്ന എസ് അച്യുതാനന്ദൻ അവസാനമായി ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കരികിലേക്ക് അദ്ദേഹം എല്ലാ വർഷവും തുലാം 10 എത്താറുണ്ട്. തുലാം 7 വെടിവെപ്പ് അതിന് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം നടക്കുന്നത് തുലാം 10 ഇവിടെ സാധാരണഗതിയിൽ ഒക്ടോബർ 26 ഇതെങ്കിൽ ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം സാധാരണ നടത്തുന്നതെങ്കിലും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവർ അതിനെ മലയാള മാസം ചേർത്താണ് പറയാറുള്ളത്, തുലാം 10. അങ്ങനെ എല്ലാ തുലാം 10 ഇവിടേക്ക് എത്താറുള്ള എസ് അച്യുതാനന്ദൻ. ഇവിടെ അദ്ദേഹമാണ് സാധാരണ ദീപശിഖ, പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട ദീപശിഖ കൈമാറാറുള്ളത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ചികിത്സയിലായതിനു ശേഷമുള്ള 3 വർഷക്കാലം മാത്രമാണ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്നത്. ലോകത്തെവിടെയായാലും എസ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം മറക്കാറില്ല. കാരണം നേതൃത്വം നൽകിയിട്ടുള്ള എസ് അതിന് എസ് ഈ പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സായുധ പരിശീലനവുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രധാന നേതൃത്വം വഹിച്ചിരുന്നയാളാണ് എസ് അച്യുതാനന്ദൻ. 23-ാം വയസ്സിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നായകരിൽ ഒരാളായിരുന്നു